സഞ്ജു കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സാക്ഷാൽ രോഹിത് ശർമ്മയാണ്. സഞ്ജുവിന്റെ പുൾ ഷോട്ടൊക്കെ കാണുമ്പോൾ കറക്റ്റ് രോഹിത് ശർമ്മ കളിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് സഞ്ജു പല ഷോട്ടുകളും കളിക്കുന്നത്. ആദ്യം കുറച്ച് ബോളുകൾ കളിക്കുക, നിലയുറപ്പിച്ച ശേഷം വലിയ ഷോട്ടുകളിലേക്ക് പോകുക. നിലയുറപ്പിച്ചാൽ രോഹിത് ശർമ്മ എത്ര അപകടകാരിയാണ്, അത്ര അപകടകാരി തന്നെയാണ് സഞ്ജു സാംസണും. ഒരു TV ഇന്റർവ്യൂവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം വസീം അക്രം പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് രോഹിത്തിന് പകരക്കാരനാവുകയല്ല സഞ്ജു ചെയ്തത്, മറിച്ച് രോഹിത്തിനെ പോലെ കളിക്കുകയാണ്. പണ്ട് KKRൽ താൻ കോച്ചായിരുന്ന സമയത്താണ് സഞ്ജു യുവതാരമായി ടീമിലേക്ക് വരുന്നത്. അന്ന് മികച്ച അവസരങ്ങൾ KKRൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഇന്ന് അദ്ദേഹം ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസിലേക്ക് ചുവട് മാറുകയുണ്ടായി. എന്നാൽ വസീം അക്രത്തിനെ ആ ഒരു ഇന്റർവ്യൂവിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെ: ഒരിക്കലും അവനെ ആരുമായിട്ടും താരതമ്യം ചെയ്യല്, അവൻ സഞ്ജു സാംസൺ ആണ്. അവനെ അടുത്തറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവൻ അവന്റേതായ കഴിവുകളുണ്ട്. ഒരിക്കലും ഒരു കളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുമ്പോൾ അവനെ വേറൊരു ആളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഉചിതമായ കാര്യമല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയുമായിട്ടുള്ള താരതമ്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവൻ എത്ര നാളായി IPLൽ കളിക്കുന്നു, അപ്പോൾ താങ്കൾക്ക് ഇത് തോന്നിയില്ലല്ലോ. കാരണം അപ്പോൾ നമ്മൾ അവനെ കാണുന്നത് സഞ്ജുവായിട്ടാണ്. രോഹിത്തിന്റെ സ്ഥാനത്താണ് അവൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് എന്നത് സത്യമാണ്. പക്ഷെ അവർ തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. ഒരിക്കലും ഒരു കളിക്കാരനെ വെച്ച് വേറൊരു കളിക്കാരനെ താരതമ്യം ചെയ്യല്. അവൻ ഇന്ത്യയുടെ സഞ്ജു സാംസൺ. ഗംഭീർ പറഞ്ഞത് സത്യമാണ്. ഒരിക്കലും ഒരു കളിക്കാരൻ വേറൊരു കളിക്കാരന്റെ കഴിവ് വെച്ച് താരതമ്യം ചെയ്യാൻ പാടില്ല. പണ്ട് സഞ്ജു സാംസൺ IPLൽ തിളങ്ങുന്ന സമയത്ത് സാക്ഷാൽ ശശി തരൂർ സഞ്ജുവിനെ ധോണിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് തന്റെ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. ഇന്ത്യയുടെ അടുത്ത ധോണി എന്നാണ് അന്ന് സഞ്ജുവിനെ അദ്ദേഹം വിളിച്ചത്. സ്പോർട്ടിൽ മറുപടിയുമായി ഗൗതം ഗംഭീർ എത്തി: ഒരിക്കലും ഒരു കളിക്കാരനുമായി അവനെ താരതമ്യം ചെയ്യല്ലേ, അവൻ സഞ്ജു സാംസൺ ആണ്. ഇതായിരുന്നു ശശി തരൂരിന് ഗൗതം ഗംഭീർ കൊടുത്ത മറുപടി. അതിനുശേഷം അവതാരക സഞ്ജു ഏതൊരു മേഖലയിലാണ് കൂടുതലും ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന ചോദ്യത്തിന് ഗംഭീറിന്റെ മറുപടി ഇങ്ങനെ: അവൻ എല്ലാ മേഖലയിലും ശ്രദ്ധിക്കണം. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അതുകൊണ്ട് തന്നെ കീപ്പിംഗ്, ബാറ്റിംഗ് ഇതിലെല്ലാം ഓരോ ദിവസവും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അത് സഞ്ജു എന്നല്ല, ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ കളിക്കാരും ചെയ്യേണ്ട കാര്യമാണത്. സഞ്ജു നിലവിൽ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്, ഗംഭീർ കൂട്ടിച്ചേർത്തു. ഇന്ന് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്നാമത്തെ T20 മത്സരം നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കളിയിലെ തെറ്റുതിരുത്തി സഞ്ജുവും കൂട്ടരും ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കളിക്കാരനെ വേറൊരു ആളുമായി താരതമ്യം ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.